വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 3ലും അതുപോലെ 4ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമാകുന്ന ഖുർആൻ തജ്വീദ് നിയമങ്ങളാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് പരീക്ഷയിൽ അൽ അഹ്കാം എന്ന് പറയുന്ന ഒരു മാർക്കിന് വരുന്ന, ഒരു മാർക്കല്ല, ഏകദേശം 20 അല്ലെങ്കിൽ 10 മാർക്കിന് വരുന്ന ഒരു പ്രവർത്തനമാണ് അൽ അഹ്കാം. വിധികളനുസരിച്ച് ഓതിയാൽ മാത്രമേ അവിടെ മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാർക്ക് ലഭിക്കണമെങ്കിൽ അതിലെ വിധികളും അതുപോലെ തന്നെ പലതരം വിധികളുണ്ട്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികളാണ് നമ്മൾ ഈ ചാർട്ടിലൂടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള 3 വിധികളുണ്ട്. അതുപോലെ കുറേ വിധികൾ വേറെയുണ്ട്. മദ് പോലെ ലാസിമായ മദ്, ലീനിൻ്റെ മദ്, അങ്ങനെ കുറേ മദ്ദുകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിരിക്കണം ഒരു കുട്ടിക്ക്. ഇതിൽ നിന്ന് നമുക്ക് ആകെ പഠിക്കാനുള്ളത് 3ലും അതുപോലെ 4ലൊക്കെ പറയുന്ന സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികളും അതിൻ്റെ ഉദാഹരണവും നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. ഇവിടെ സാക്കിനായ നൂനും തൻവീനും നിങ്ങൾക്കറിയുണ്ടാകും. സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഇതുപോലെ ഒരു നൂനായിരിക്കും സാക്കിനായ നൂന്, അല്ലെങ്കിലോ ഇതുപോലെ തന്നെ കറക്റ്റ് നൂന് തന്നെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും സാക്കിനായ നൂന് തന്നെയാണ്. സുക്കൂന് വരണമെന്നില്ല. സുക്കൂനില്ലാത്ത ഹറക്കത്തൊന്നും ഇല്ലാതെ വെറും നൂന് വന്നാലും അത് സാക്കിനായ നൂന് തന്നെയാണ്. അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ തൻവീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫത്ഹ് തൻവീൻ നിങ്ങൾക്ക് അറിയുണ്ടാകും, കസ്ർ തൻവീൻ അറിയുണ്ടാകും, ലമ്മ് തൻവീനും അറിയുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ ഏത് തൻവീൻ വന്നാലും നമുക്കവിടെ വിധികൾ മാറി മറിയും. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ വിധി നോക്കുന്നത്. സുക്കൂനുള്ള നൂനിനും അതുപോലെ തൻവീനിനും ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. ഒന്നല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ഈ പറയുന്ന അക്ഷരം വന്നാൽ അവിടെ നിയമം എന്താകും. അതുപോലെ തന്നെ ഏത് തൻവീനും പറ്റും. ഫത്ഹ് തൻവീനാണെങ്കിലോ അല്ലെങ്കിൽ കസ്ർ തൻവീനാണ് വന്നത്, ഇനി അതല്ലെങ്കിൽ ലമ്മ് തൻവീനാണ് വന്നത്, ഏത് തൻവീൻ വന്നാലും അതിന് ശേഷമുള്ള അക്ഷരം നോക്കിയിട്ട് നമ്മൾ നിയമങ്ങൾ വേർതിരിക്കാം. അപ്പോൾ ഇതാണ് സുക്കൂനുള്ള നൂനും, അതായത് സാക്കിനായ നൂനും തൻവീനിനും ശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിധിയാണ് ഇൽഹാർ എന്ന് പറയുന്ന വിധി. ഇൽഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളിവാക്കി ഉച്ചരിക്കണം എന്നതാണ്. അതായത് കൃത്യമായി രീതിയിൽ വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യണം, ഓതണം. അതിന് 6 അക്ഷരങ്ങളാണുള്ളത്. 1, 2, 3, 4, 5, 6. ഒന്ന് ഏതാണ്? ഹംസ്, 2 ഹാ, 3 ഐന്, 4 ഹാ, 5 ഗൈന്, 6 ഖാ. ഈ 6 അക്ഷരങ്ങൾ ഈ തൻവീനിനോ സുക്കുള്ള നൂനിനോ ശേഷം വന്നാൽ അവിടെ നമ്മൾ ഇൽഹാർ ചെയ്യണം. അതിൻ്റെ ഉദാഹരണം തന്നെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ? ഇവിടെ കറക്റ്റായിട്ട് കാണാം. സുക്കുള്ള നൂനും വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടല്ല, മറിച്ച് ശേഷം ഇനി ഓതാനുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടേക്കുള്ള അക്ഷരം ഏതാ നോക്കുക. ഇവിടെ ഏതാണ് വന്നിട്ടുള്ളത്? ഹ ആണോ അല്ലേ? മിൻ ഹറജിൻ ആണോ കേട്ടോ. അവിടെ മിൻ എന്ന് മണിക്കാതെ കൃത്യമായിട്ട് അത് വെളിവാക്കണം. മിൻ ഹറജിൻ. ഓക്കെ. അതുപോലെ മറ്റൊരു ഭാഗം നോക്കാം. തൻവീനിന് ശേഷം വന്നത് ഹറമൻ എന്ന് കണ്ടുകൊടുത്തുകൊണ്ടോ തൻവീനുണ്ട്. അതിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ഇങ്ങോട്ടാണ് നോക്കുക കേട്ടോ. അവിടെ ഹംസാണ് വന്നിട്ടുള്ളത്. ഹംസ് ഇതിൽ പെട്ട അക്ഷരമാണ്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽ 6 എണ്ണത്തിൽ ഒന്നാമത്തെ അക്ഷരമാണ് ഹംസ്. അപ്പോൾ തൻവീനിന് ശേഷമാണ് ഹംസ് വന്നത്. അപ്പോൾ ഇവിടെ ഓതുമ്പോൾ ഹറമൻ ആമീന കൃത്യമായിട്ട് വെളിവാക്കിയിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. ഹറമൻ ആമീന. അപ്പോൾ ഇവിടെ തൻവീനിന് ശേഷവും മുകളിൽ പറഞ്ഞത് സുക്കൂനുള്ള നൂനിന് ശേഷമുള്ള ഹംസ് അല്ല ഹാ വന്നതും ഇവിടെ തൻവീന് ശേഷം
ഹംസ് വന്നതുമാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ കാണാതെ പഠിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇളഹാറിൻ്റെ അക്ഷരങ്ങൾ ചോദിച്ചാൽ ഇത് കിട്ടണം. പിന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികളിൽ രണ്ടാമത്തെ വിധിയാണ് ഇദ്ഗാമും ബിഗുന്ന, മണിക്കലോടുകൂടെ ലയിപ്പിക്കുക എന്നുള്ള ഈ വിധി. മണിക്കുകയും ചെയ്യണം, അതോടുകൂടെ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിച്ചു ഉച്ചരിക്കുകയും വേണം. അതെങ്ങനെയാണെന്ന് പറയാം. അതിനു മുമ്പ് അതിൻ്റെ അക്ഷരങ്ങളൊന്ന് പരിചയപ്പെടാം. അതിന് 4 അക്ഷരങ്ങളേ ഉള്ളൂ. അതാ നൂന്, വാവ്, മീമ്, യാ. ഇത് പെട്ടെന്ന് ഓർത്ത് വെക്കണമെങ്കിൽ ചെറിയൊരു ടിപ്സ് ഉണ്ട്. നൗമീ എന്ന് ഓർത്ത് വെക്കുക. നൗമീ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അറബിയിൽ കിട്ടില്ല എന്ന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വിനയം എന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടോ, വി ന യം. അപ്പോൾ ആ വിനയം എന്നുള്ള അക്ഷരത്തിൽ ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നുണ്ട്? 4 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ആ അക്ഷരങ്ങളാണ് ഏതിൻ്റെ? ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? സുക്കൂള്ള നൂനിനും തൻവീനിനും ശേഷം വന്നാൽ അവിടെ മണിക്കലോടുകൂടെ ലയിപ്പിക്കണം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കണ്ടോ, റസൂലൻ നബിയ, റസൂലൻ നബിയ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? മണിച്ചു, റസൂലൻ. പിന്നെ അതുപോലെ ലയിപ്പിച്ചും ചെയ്തു, നബിയ, ലൻ നബിയ. കണ്ടോ, അവിടെ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഉച്ചരിച്ചത്. ഇവിടെ തൻവീനിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? നൂന് വന്നിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നൂന് ഏതിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്? ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരത്തിൽപ്പെട്ടതാണ് നൂന്. ഇനി ഇവിടെ കണ്ടോ, സുക്കൂനുള്ള, ഇവിടെ തൻവീനിന് ശേഷമാണ് വന്നതെങ്കിൽ ഇവിടെ സുക്കൂള്ള നൂനിന് ശേഷം വാവ് വന്നിട്ടുള്ള അക്ഷരം വന്നിട്ടുണ്ട്. ഇതാ സുക്കൂള്ള നൂനിന് ശേഷം വാവ് വന്നത്. വാവ് വരുമ്പോൾ അതേതാകും? ഇദ്ഗാമും ബിഗുന്നയാണ് അവിടെ നിയമം. കാരണം ഇതിൽ എന്തുണ്ട്? വാവുണ്ട്. വാവ് ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരത്തിൽ പെട്ടതാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ അവിടെ എന്ത് ചെയ്യണം? മണിക്കലോടുകൂടെ ലയിപ്പിക്കണം. മ്യൂ വലിയൻ, മ്യൂ വലിയൻ, മ്യൂ വലിയൻ. അങ്ങനെ ലയിപ്പിച്ച് ഉച്ചരിക്കാം. ഇനി അടുത്ത നിയമം, മൂന്നാമത്തെ നിയമം, സുക്കൂള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള മൂന്നാമത്തെ നിയമമാണ് ഇദ്ഗാമും ബിലാ ഗുന്ന. മണിക്കൽ കൂടാതെ ഇദ്ഗാം ചെയ്യുക, അതായത് മണിക്കൽ കൂടാതെ ലയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം. മണിക്കാൻ പാടില്ല, എന്നാൽ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം? ലയിപ്പിക്കണം. അതെങ്ങനെയാണെന്നും പറയാം. അതിനു മുമ്പ് അക്ഷരം, ആകെ 2 അക്ഷരങ്ങളെ ഇദ്ഗാം ബിലാ ഗുന്നക്ക് വരുന്നുള്ളൂ. ഇദ്ഗാം ബി ഗുന്നക്കാണെങ്കിൽ 4 അക്ഷരവും, ഇദ്ഗാമും ബിലാ ഗുന്ന അതിന് 2 അക്ഷരവും. മണിക്കൽ കൂടാതെയാണെങ്കിൽ ബിലാ എന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, 2 അക്ഷരം വരുന്നത്. ഇദ്ഗാമും ബിലാ ഗുന്ന. ലാമും റാവുമാണ് അക്ഷരങ്ങളും. ഈ 2 അക്ഷരവും സുക്കൂള്ള നൂനിനും അതുപോലെ തൻവീനിനും ശേഷം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? മണിക്കൽ കൂടാതെ ഇദ്ഗാം ചെയ്യണം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം കാണാം. മാലല്ലുബദ, മാലല്ലുബദ. ഇവിടെ നിങ്ങൾ കണ്ടോ? അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഓതുന്ന രൂപം മാലല്ലുബദ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ തൻവീനിന് ശേഷം ലാമ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, തൻവീനിന് ശേഷം തന്നെയാണ് നമുക്ക് ലാമ് വരേണ്ടത്. അപ്പോൾ ഇവിടെ തൻവീനിന് ശേഷം ലാം എന്ന് പറയുന്ന അക്ഷരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മണിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞെന്താ? ബിലാ ഗുന്നയല്ലേ, മണിക്കൽ കൂടാതെ എന്ത് ചെയ്യണം? ലയിപ്പിക്കണം. അപ്പം മാലൽ എന്ന് എന്ത് ചെയ്യരുത്? മണിക്കരുത്. മാലല്ലുബദ. കണ്ടോ, അടുത്തയിലേക്ക് ലയിപ്പിച്ച് പറഞ്ഞു. മാലല്ലുബദ. രണ്ടാമത്തെ നോക്കും. മില്ലദുൻഹു, മില്ലദുൻഹു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു വന്നു. സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു എന്ന് പറയുന്ന അക്ഷരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മണിക്കാതെ
ഇതിലേക്ക് ലയിപ്പിക്കണം. മില്ലദുൻഹു മില്ലദുൻഹു. അപ്പോൾ അതാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തെ നിയമമാണ് സുക്കൂള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള നാലാമത്തെ നിയമം ഇഖ്ലാബ് എന്ന് പറയും. അതായത് മീമാക്കി മറിക്കണം എന്നാണ് കേട്ടോ. ഇവിടെ തെറ്റേതാണ്. മീമാക്കിയിട്ട് എന്ത് ചെയ്യണം? മറിക്കണം. ഇവിടെ അക്ഷരം ബ ആണ്. ബ എന്ന അക്ഷരമാണ് വരുന്നത്. ആ ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ ഇഖ്ലാബിന്. അതിൽ ഉദാഹരണം കാണാം ഇവിടെ. മിം ബഅദിഹി മിം ബഅദിഹി. ഇവിടെ കണ്ടോ? മിം മിൻ എന്നല്ല ഉച്ചരിച്ചത്. മിം മിം ബഅദി. അവിടെ മീമാക്കിയിട്ട് മറിച്ച് ഉച്ചരിക്കണം. അതുപോലെ ഇവിടെ കണ്ടോ? കിറാമിൻ ബററ. ഇവിടെ തൻവീനിന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൽ ഒന്നിനെന്ത് ചെയ്യുക? മീമാക്കുക. കിറാമിൻ ബററ കിറാമിൻ ബററ. അപ്പോൾ അവിടെ ഇഖ്ലാബാണ് നിയമം. മീമാക്കിയിട്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ആ ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ ബ. ഇനി അവസാനം വരുന്നത് ഇഖ്ഫാ എന്ന് പറയുന്ന ഈ നിയമമാണ്. സുക്കൂള നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? വെളിവാക്കാതെ മണിക്കണം. അതായത് മറക്കുക എന്ന ഉദ്ദേശം. അപ്പോൾ മറച്ചിട്ട് എന്ത് ചെയ്യണം? മണിക്കണം. അതിന് അക്ഷരങ്ങൾ 15 താ സാ ജീമ് ദാല് ദാല് റാ സീന് ഷീന് സ്വാദ് ലാദ് ത്വാ ലാ ഫ ഖാഫ് കാഫ്. ഈ 15 അക്ഷരങ്ങൾ സുക്കൂള നൂനിൻ്റെയോ അതുപോലെ തൻവീനിൻ്റെയോ ശേഷം ഏതെങ്കിലും 15 ഒന്നിച്ച് വരണം എന്നല്ല, ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ ശേഷം വന്നാൽ എന്ത് ചെയ്യണം? അതിനെ മറച്ചു മണിക്കണം. നമുക്ക് നോക്കി നോക്കാം. ഉദാഹരണം ഇവിടെ കാണാം. ഹബ്ബൻ ഫമിൻഹു. ഹബ്ബൻ എന്നല്ല പറഞ്ഞത്. ഹബ്ബൻ. അവിടെ കണ്ടോ? ഒരു മറക്കൽ വരുന്നുണ്ട്. ഹബ്ബൻ ഫമിൻഹു ഹബ്ബൻ ഫമിൻഹു. അതുപോലെ ഇവിടെ കണ്ടില്ലേ? സുക്കൂനുള്ള നൂനിന് ശേഷം എന്ത് വന്നു? കണ്ടോ? ലാ വന്നു. വഹും യൻളുറൂൻ വഹും യൻളുറൂൻ. അപ്പോൾ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ ഇഖ്ലാബിൻ്റെ അക്ഷരം 1. അപ്പോൾ 16 പിന്നെ ഇദാം ബിലാ ഉന്ന 17, 18. പിന്നെ ഇദാം ബി ഉന്ന 19, 20, 21, 22. പിന്നെ ഇൽഹാറിൻ്റെ എത്ര അക്ഷരങ്ങളും? 6 അക്ഷരങ്ങളും. 23, 24, 25, 26, 27, 28. അപ്പോൾ ഈ നിയമങ്ങളും ഉദാഹരണങ്ങളും മനസ്സിലാക്കി വെക്കുക. ഖുർആൻ ഓതുമ്പോൾ സുക്കൂള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള ആ വിധികളൊക്കെ മനസ്സിലാക്കി ഓതിക്കൊടുത്താലേ ആ പറയുന്ന അഹ്കാം എന്നുള്ള വിധികൾ എന്നുള്ള ആ ഒരു ഇതിന് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഭംഗിയുള്ള ഓത്തിനും പ്രത്യേകം മാർക്ക് കൊടുക്കും. ഭംഗിയുള്ള ഓത്താണെങ്കിൽ 5 മാർക്കായിട്ടാണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ 5 മാർക്ക് കിട്ടണമെങ്കിൽ നല്ല ഭംഗിയിൽ ഓതി കൊടുക്കണം. തുടക്കവും അവസാനം നന്നായിരിക്കണം. ഇതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കി നോക്കാം. പ്ലേലിസ്റ്റിൽ പോയിട്ട് 3ാം ക്ലാസ് നോക്കിയാൽ മതി കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.